ഹലോ എവ്രിവൺ. എന്താ വ്ളോഗൊക്കെ കാണാത്തതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. കുറച്ചല്ലെങ്കിലും കുറച്ച് ആളുകൾ എന്നോട് ചോദിച്ചു എന്താ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തത്. വേറൊന്നുമല്ല, മടി, വെറും മടി. അങ്ങനെ ഇന്ന് ഞാൻ എന്തായാലും വീണ്ടും വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ പ്രിയദർശിനിലൊക്കെ പോയി ക്ലാസ് എല്ലാം കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട് ഇന്ന് കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഡിഗ്രി ക്ലാസ്മേറ്റ് അഷ്ന. ഞങ്ങൾ കണ്ടിട്ട് കുറച്ചധികം കാലമായിരുന്നു കേട്ടോ. അപ്പം ഇന്നോള് വന്നപ്പോൾ നമ്മൾ കുറച്ച് കടകളിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. നമ്മൾ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു വൈബിന് യാതൊരു മാറ്റമില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാളും കൂടി കുറേ ഉടായ്പ ഒപ്പിച്ചിട്ടുണ്ട്. അത് കാലിക്കുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു മിസ്സിങ് ആണ് കേട്ടോ. കുറേ നല്ല ഫ്രണ്ട്സ്, അതുപോലെ കുറേ നല്ല മെമ്മറീസ്, അതൊക്കെ തന്നെയാണ് കോളേജ് ലൈഫിൽ ബാക്കിയാവുന്നത്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിച്ച് നമ്മൾ ഒരു ചെരുപ്പ് എടുക്കാണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കി കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പ് വന്ന്. അപ്പോൾ പറയണ്ടായിരുന്നു, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നിനക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിശപ്പിന് അസുഖം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നു, ആ വിശക്കുന്ന എന്തെങ്കിലും തിന്നാൻ പോയാലോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡെല്ലാം കഴിക്കാനും കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറയണത് എനിക്കാണ് നിൻ്റെ അസുഖം ബാധിച്ചത്, ഇപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കലുണ്ട്, അതുകൊണ്ട് തിന്ന് ഞാനൊരു തടിച്ചായിന്ന് പറയുന്നു. അങ്ങനെ നമ്മളൊരു പെരി അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. രണ്ടാൾക്കും കഴിക്കാൻ പറ്റതും കൊണ്ട് കുറച്ച് റൈസും ചിക്കനും ബാക്കിയുണ്ടെങ്കിലും നമ്മൾ പാർസൽ ചെയ്ത് തിരിച്ച് സ്റ്റാൻഡിൽ പോയിട്ടോ. ഇനിയും വർത്തമാനം പറഞ്ഞു തന്നാൽ നമ്മളെ കഥ ഇവിടെ തീരെയില്ല, വീട്ടിൽ കൊണ്ട് എത്തേയില്ല. അതുകൊണ്ട് ഞാൻ വേഗം അവളെ ബസ്സിൽ പറഞ്ഞു വിട്ടോ. എന്നിട്ട് ഞാനും ബസ് കയറി. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് പോകാനേ തോന്നില്ല, കാരണം നമ്മൾ കുറേ നാളായിട്ടോ കണ്ടിട്ട്. അങ്ങനെ പിന്നെ ഒരു ദിവസം മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും കൂടി ബസ് കയറി വീട്ടിൽ പോയി. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.